ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനഘ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹൂ നോസ് മീ ബെറ്റർ ആണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മയും അനിയത്തിയാണുള്ളത്. ഒരു പരിചയപ്പെടുത്ത്. അനന്യ, സുനിത. ഇതെൻ്റെ അനിയത്തിയാണ്. നീ എന്ത് ചെയ്യുന്നടി? പഠിക്കുന്നല്ലോ. എന്താ ചെയ്യാന്? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 10 പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അമ്മയോ? ഞാൻ ഹൗസ് വൈഫാ. ഹൗസ് വൈഫ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹൂ നോസ് മീ ബെറ്റർ ആണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും എന്നെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ. അപ്പം നിങ്ങൾ അതിന് കറക്റ്റ് ആൻസർ പറയണം. ആ ലാസ്റ്റ് ആൻസർ പറഞ്ഞ് പോയിന്റ് കൂടുതലുള്ള ആൾ ജയിക്കും. ഓക്കെ. അപ്പോൾ എന്തോ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയത്തുള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് ചോദ്യം ചോദിക്കാം. ഫസ്റ്റ് നോക്കരുത്. ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഡു ഐ പ്രിഫർ കോഫി ഓർ ടീ? കോഫി. കോഫി. കുടിക്കാറില്ലല്ലോ. രണ്ടുപേരും കറക്റ്റ് ആൻസർ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ചോദ്യം സിമ്പിൾ ആക്കിയെന്നേ ഉള്ളൂ. അപ്പം ഞാൻ കോഫിയാണ് കുടിക്കാറുള്ളൂ. അപ്പം രണ്ടുപേർക്കും ഓരോ പോയിന്റ് ഇതായിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈ ബിഗ്ഗസ്റ്റ് ഫിയർ. എനിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ പേടി? പാറ്റ. അത് രണ്ടുപേരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എനിക്ക് പാറ്റ ഞാൻ എടുക്കുമ്പോ നീ കൂടുമ്പോ ഓടുക. അപ്പൊ പാറ്റയാണ് എനിക്ക് പേടി. അപ്പൊ രണ്ടുപേർക്ക് രണ്ട് ചോദ്യം വെച്ചാൽ ഞാൻ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇഫ് ഐ വേർ എ സൂപ്പർ ഹീറോ വാട്ട് വുഡ് ബി മൈ സൂപ്പർ പവർ? അതായത് ഞാനൊരു സൂപ്പർ ഹീറോ ആയിരുന്നു എങ്കിൽ എനിക്ക് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ പവർ എന്താണ്? നല്ല ഹോട്ടലും ഉദ്ദേശിക്കുന്നത്. നീ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനോ? ഇൻവിസിബിൾ. ഇല്ല, ഇത് ഈ ചോദ്യം അറിയില്ല. നിങ്ങൾ രണ്ടുപേരും ഉത്തരം കണ്ട്. ഇല്ല, ഞാൻ ഇൻവിസിബിൾ ആവാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം പറഞ്ഞേക്കും നിനക്കൊരു സൂപ്പർ പവർ കിട്ടിയാൽ നീ ഇൻവിസിബിൾ ആവാനായിരിക്കും ആഗ്രഹിക്കുന്നത്. എനിക്ക് മറിഞ്ഞു ഇന്ന് എല്ലാവരുടെയും എല്ലാവരും പറയുന്നത് കേൾക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഐ വാസ് എ കിഡ് വാട്ട് ഐ വാണ്ടഡ് ടു ബി? അതായത് ഞാനൊരു കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് ആരാകാനായിരുന്നു ആഗ്രഹം? ഓരോരുത്തരായിട്ട് ഉത്തരം പറ. രണ്ടുപേരും ഒരുമിച്ച് പറയണ്ട. പണ്ട് വക്കീല് ആയ സമയത്ത് ഡോക്ടർ ആവണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർ ആവാനായിരുന്നു എനിക്ക് ആഗ്രഹം. ഓക്കെ. വീഡിയോക്ക് എത്ര സീരിയസ് ആയിട്ട് ഇരിക്കരുത്. പിന്നെ വിച്ച് വൺ ഈസ് മൈ ഫേവറേറ്റ്, ഡേ ഓർ നൈറ്റ്? ഡേ ആയാലും നൈറ്റ് ആയാലും നിനക്ക് ഫേവറേറ്റ്. ഉറങ്ങാൻ പറ്റിയാൽ നൈറ്റ്. ഒരു ഉത്തരം പറയാൻ പറ്റില്ല. ഫേവറേറ്റ് നൈറ്റ് ആണോ? എനിക്ക് അതിന് പറയാൻ പറ്റുന്നില്ല. നിനക്ക് രണ്ടും ഒരു പോണക്കാം. എനിക്ക് രാത്രിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എത്ര പോയിന്റായി? ഓക്കെ. നെക്സ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അടിയും ബഹളമൊക്കെ ആയി. അപ്പം നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഈസ് മൈ മോട്ടിവേറ്റർ? എൻ്റെ മോട്ടിവേറ്റർ ആരാണ്? എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പം ആരാണ് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്? ശ്രീകുട്ടൻ. ഹൂ ഈസ് മൈ മോട്ടിവേറ്റർ? ഞാന്. ശ്രീകുട്ടൻ. ഓക്കെ. ശ്രീകുട്ടനാണ് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാറ്. എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വരെ എന്നെ ഏറ്റവും കൂടുതൽ നീ തുടങ്ങ്, നീ വീഡിയോ ഇട്, നീ അതിട്, ഈ ഇൻസ്റ്റയിലിട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ തള്ളി 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 വിടുന്ന ശ്രീകുട്ടനാണ്. അപ്പോൾ ശ്രീകുട്ടനാണ് എൻ്റെ മോട്ടിവേറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഹോബി? ഫോണിൽ തോണ്ടൽ. അല്ല, ഫേവറേറ്റ് ഹോബി പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്. യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഫോണിൽ തോണ്ടുന്നതാണ് ഇഷ്ടം. ഓക്കെ. അപ്പൊ ഫോണിൽ തോണ്ട. അപ്പൊ അനുവിന് പോയിന്റ് കിട്ടി. നിങ്ങളുടെ പോയിന്റ് അവരവരുടെ പോയിന്റ് അവരവർ തന്നെ കൂട്ടി വെക്കാം. ഓക്കെ. എനിക്കിപ്പോ 5 പോയിന്റ് കിട്ടുന്നുണ്ട്. അതെങ്ങനെയാ? എനിക്ക് 4 3 ഉള്ളൂ. അല്ല, ഞാൻ നീ പറയുന്ന ആൻസർ ഞാൻ പറഞ്ഞ എനിക്ക് 4 പോയിന്റ്. എനിക്ക് 4 പോയിന്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം? വിദേശത്ത് പോയി MBA എടുത്ത് വലിയ ജോലി മേടിക്കണം എന്നുള്ളതാണ് അച്ഛൻ്റെ ആഗ്രഹം. കല്യാണം കഴിക്കണം.
സത്യം പറഞ്ഞാൽ ഇത് രണ്ടും ഉണ്ട്. അതായത് ഞാൻ അങ്ങല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇടാൻ ആഗ്രഹം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഔട്ട്ഫിറ്റ്, അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇടാൻ ഇഷ്ടമുള്ള സാധനം എന്തുമായിരിക്കും? അതായത് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് വെളിയിൽ പോകുമ്പോൾ. പക്ഷെ എന്തുകൊണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്കിപ്പോൾ ചുരിദാർ ഇടാനാണ് കൂടുതൽ ഇഷ്ടം. ഞാനിപ്പോൾ ഹോസ്റ്റലിലായതുകൊണ്ടാണ് ഇവർക്ക് ആർക്കും ഇതൊന്നും അറിയാത്ത. എനിക്ക് ചുരിദാർ ഇടാനാണ് ഇഷ്ടം. ഹോസ്റ്റൽ ലൈബ്രറിയിൽ കുറേ മാറിയടേ മെച്ചൂരിറ്റി വന്ന് തോന്നിയാക്കും. ഓക്കെ, ദേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻസ് ബാക്കിയൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഓക്കെ, ഇതാണ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഫ്രൈഡ് റൈസ്, ബിരിയാണി. എനിക്ക് ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം, പ്രത്യേകിച്ച് നമ്മുടെ റോയൽ. രാവിലെയും ബിരിയാണി, ഉച്ചയ്ക്കും ബിരിയാണി, രാത്രിയിലും ബിരിയാണി. ഫ്രൈഡ് റൈസ് ആയിരുന്നല്ലോ. അതായത് ഫ്രൈഡ് റൈസ് ആവാൻ കാര്യം എന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ പോയി നിന്ന സമയത്ത് ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അപ്പം ഹോസ്റ്റലിലെ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് പോയ്സൺ ആയ സമയത്ത് ബിരിയാണിയുടെ സ്മെല്ല് ആ സമയത്ത് എനിക്ക് അവിടുത്തെ ബിരിയാണി, അവിടെ ഒരുമാതിരി വേറൊരു ടൈപ്പ് ബിരിയാണിയാണ്, തലശ്ശേരി ആ സംഭവം, അതെനിക്കിഷ്ടമല്ല. അപ്പം ആ സ്മെല്ല് അടിക്കുമ്പോൾ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അപ്പം ബിരിയാണി ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇവിടുത്തെ ഞങ്ങളുടെ നാട്ടിലെ ബിരിയാണി എനിക്കിഷ്ടമാണ്. ഇവിടുത്തെ റോയൽ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് പെറ്റ്. അതായത് എനിക്ക് പെറ്റുകളാണല്ലോ, ഇപ്പം എനിക്ക് ഇന്ന സാധനത്തിനെ വളർത്താൻ ആഗ്രഹം, അങ്ങനെയുള്ളത്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പട്ടിയെ വളർത്താൻ. പക്ഷെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഞങ്ങളുടെ അമ്മയ്ക്ക് പട്ടി ഇഷ്ടമല്ല. ഇവിടെ എനിക്കൊരു പെറ്റുണ്ട്, തങ്കു തത്തയാണ്. ഞങ്ങളുടെ തങ്കുവാണ് ഇപ്പം കറന്റ്ലി ഫേവറേറ്റ്. പക്ഷെ ഇവിടെ എനിക്ക് പട്ടി വളർത്താൻ ആഗ്രഹമാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല, ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ല. തങ്കുവിനെ കാണിക്കണോടി. തങ്കുവിനെ ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഏകദേശം എൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ ഗൈസ്, എൻ്റെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളായിരുന്നു. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയപ്പോൾ ഇവരോട് ചോദിച്ചതൊക്കെ. അപ്പം ഇത്രയേ ഉള്ളായിരുന്നു ക്വസ്റ്റ്യൻസ്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഇതേപോലൊക്കെ ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ സെക്ഷനും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.